പണം കൂടിക്കൊണ്ടേയിരിക്കണം, പക്ഷേ കുഞ്ഞ് പാടില്ല, കുടുംബം പാടില്ല. പിന്നെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. അതിൻ്റെ ഭാഗമായി എയ്ഡ്സ് വരും, അതിൻ്റെ ഭാഗമായി മറ്റ് പല പല പ്രശ്നങ്ങളും വരും. സെക്സ് നിവൃത്തിക്ക് വേണ്ടി ഇതുവരെയൊക്കെ പിന്തുടർന്നു വന്നിരുന്നൊരു രീതി നമുക്കറിയാലോ. കുടുംബം വേണ്ടാന്ന് തീരുമാനിക്കുന്നവർ, ഔദ്യോഗിക ബന്ധങ്ങൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നവർ സെക്സിന് വേണ്ടി നടത്തിയിരുന്നത് ലിവിൻ ടുഗദർ ആയിരുന്നു. രണ്ടുപേർ ചേർന്ന് അവർക്ക് ഇഷ്ടമുള്ളത്ര ഒന്നിച്ച് താമസിക്കുക, വേണ്ടാന്ന് തോന്നുമ്പോൾ പിരിയുക എന്നുള്ളത്. അതിൻ്റെ ദൂഷ്യവശങ്ങളല്ല ഇപ്പം ഞാൻ ചർച്ച ചെയ്യണത്. ഇപ്പോൾ അവിടുന്ന് വിട്ടുന്നാണ് ഏറ്റവും പുതിയ ട്രെൻഡിലേക്ക് കയറിയിട്ടുണ്ട്. ഞാനത് പറയണില്ല, നിങ്ങളുടെയൊക്കെ അടുത്ത്, നിങ്ങൾ മാത്രമല്ലല്ലോ, ഇതിൻ്റെ ശ്രോതാക്കളുടെ അടുത്ത് എത്തുന്ന സമയത്ത് അത് എത്തട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ രീതി അനുസരിച്ച് കുറച്ചും കൂടി സുതാര്യമാണ്. രണ്ടാൾക്കും ഫ്ലാറ്റോ വീടോ വേണം, അത് 10 കിലോമീറ്റർ പരിധിയിൽ വേണം. 2 ദിവസം അവിടെയും 2 ദിവസം ഇവിടെയും പാർക്കണം. ബാക്കി 2-3 ദിവസം സ്വതന്ത്രമായിരിക്കണം. ആ ദിവസങ്ങളിൽ വേറെ വല്ല സ്റ്റെപ്പിനൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. 2 പേർക്കും അതിൽ എതിർപ്പൊന്നുമില്ല, ബാധ്യതകളില്ല, ബന്ധങ്ങളില്ല. ആർക്കെന്ത് വന്നാലും മറ്റേ ആൾക്ക് അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. വേണ്ടെന്ന് വെക്കാൻ ഏക കാരണം നിലവിലുള്ള ആളെക്കാളും യോഗ്യനായ ഒരാളെ കണ്ടുമുട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇനി കൂടുതൽ പ്രായോഗികം എന്ന രീതിയിൽ സംഘടന രൂപീകരിക്കപ്പെടുന്നു. അപ്പൊ യൂറോപ്പിലൊക്കെയുള്ള ഏത് വൃത്തികെട്ട തോന്നിയാസങ്ങളും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലായിടത്തും എത്തിച്ചേർന്നു.